താഴെ നമുക്ക് ബീച്ച് കളർ വീഡിയോ കാണാൻ സാധിക്കും. പിന്നെയും ബ്ലാക്ക് ഫിനിഷാണ്. ശരിക്കും ബ്ലാക്ക് മാഫിയ സ്പെക്കിലൊരു ഇന്ത്യയിൽ നമുക്ക് വിളിക്കാം. സോ നമ്മൾ ഏത് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഉണ്ട് അപ്പോൾ ആ ഒരു സൈഡിൽ ക്യാമറ വ്യൂ ഓപ്പൺ ആയി വരും. കണ്ടോ, അതൊക്കെ ബസ്സിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് ഫാൻ ബേസ് ഉള്ള, ഒരുപാട് പേര് യൂസ് ചെയ്ത് നല്ല അഭിപ്രായം കൊടുക്കുന്ന ഒരു മോഡലായിരുന്നു. കമൻറ്റ് ചെയ്ത് പറയാം ഒരു ഹെഡ് ഡ്രസ്സിനെ കുറിച്ചുള്ളത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു വെഹിക്കിൾ കാണുന്നത്. സോ നിങ്ങൾ ഏത് വെഹിക്കിൾ ഇത് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത്. ശരിക്കും 2019 കിയ എന്ന ബ്രാൻഡ് നമ്മളെ ഇന്ത്യയിലോട്ട് വന്നത്. അന്ന് ലോഞ്ച് ചെയ്ത ഒരു മോഡലായിരുന്നു കിയ സെൽറ്റോസ്. അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് ഫാൻ ബേസ് ഉള്ള, ഒരുപാട് പേര് യൂസ് ചെയ്ത് നല്ല അഭിപ്രായം കൊടുക്കുന്ന ഒരു മോഡലായിരുന്നു കിയ സെൽറ്റോസ്. സോ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂടെ ഉള്ളത് കിയ സെൽറ്റോസ് GT ലൈനാണ്. ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ, ഏറ്റവും ലേറ്റസ്റ്റ് അറൈവലും കൂടിയാണ് ഈ ഒരു കിയ സെൽറ്റോസ്. സോ എന്നിട്ട് നമുക്ക് അടുത്ത് പരിചയപ്പെടാം ഈ ഒരു കിയ സെൽറ്റോസിനെ. പേഴ്സണലി എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു SUV-കളിൽ ഒന്നാണ് ഈ ഒരു കിയ സെൽറ്റോസ്. സോ വെൽക്കം ടു ന്യൂ വീഡിയോ, വെൽക്കം ടു അവർ ചാനൽ. സോ ഇതാണ് കിയ സെൽറ്റോസ് GT ലൈൻ വരുന്നത്. സോ കിയ സെൽറ്റോസിനെ കുറിച്ച് പറയുന്ന സമയത്ത് 2019 കിയ എന്ന ബ്രാൻഡ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു SUV ആയിരുന്നു കിയ സെൽറ്റോസ്. ഒരുപാട് പേര് യൂസ് ചെയ്ത, നമ്മൾ റോഡുകളിൽ കൂടുതലും കാണുന്ന ഒരു SUV-കളിൽ ഒന്നായിരുന്നു കിയ സെൽറ്റോസ്. അത്രയും ഫാൻ ബേസ് ആയിരുന്നു കിയ സെൽറ്റോസ് അന്ന് ലോഞ്ച് ചെയ്ത് മുതൽ ഇന്ന് വരെ. സോ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കംഫർട്ടബിളും അതിൻ്റെ ഒരു റിലയബിലിറ്റിയുള്ള എൻജിനും ഫീച്ചേഴ്സ് ആണെങ്കിലും, പ്രത്യേകിച്ച് ഒരു കിയ എന്ന ബ്രാൻഡ് ഒരു കൊറിയൻ ബ്രാൻഡാണ്. ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന ഒരു ബ്രാൻഡിൽ ഒന്നാണ് കിയ. സോ സ്ട്രേറ്റ് അവേ വെഹിക്കിളിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിന് നമുക്ക് കണ്ടു തുടങ്ങാം. പുതിയ ഫ്രണ്ട് പ്രൊഫൈലിൽ വന്ന മെയിൻ ഹൈലൈറ്റ് ചേഞ്ചാണ് ആ ഒരു ഗ്രിൽ യൂണിറ്റ്. ടൈഗർ നോസ് ഗ്രില്ലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് വാല്യൂ ഫോർ മണി HT-Xൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇന്ന് പറയുന്നത് GT ലൈൻ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ് GT ലൈൻ. സോ നമുക്ക് അടുത്ത് പരിചയപ്പെടാം. സോ ഫ്രണ്ട് പ്രൊഫൈൽ ഗ്രിൽ യൂണിറ്റ് ടൈഗർ നോസ് ഗ്രില്ലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്താ വെച്ചാൽ ഇതിലൊരു ക്യൂബ്സ് ചേഞ്ച് ഉണ്ട്. സോ നമ്മൾ മുന്നേ കണ്ടതിൽ ഫുള്ളി ബ്ലാക്ക് ഫിനിഷ് ആയിരുന്നു, പക്ഷേ ഇതിൽ ക്യൂബ്സ് ചേഞ്ച് ഉണ്ട്. സോ പേഴ്സണലി എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഗ്രിൽ യൂണിറ്റാണ്. 360 ക്യാമറ ഫ്രണ്ട് വ്യൂ സപ്പോർട്ട് കാണാൻ സാധിക്കും. കിയയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡാസ് ഫീച്ചേഴ്സ് ഉണ്ട്. ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സാണ് കിയ സെൽറ്റോസിൽ വന്നുള്ളത്. വേറെ ഹൈലൈറ്റ് ചേഞ്ചിങ് ആണ് വന്നുള്ളത് DRL യൂണിറ്റിൽ. കാരണം നമ്മൾ മുന്നേ കണ്ട മോഡലിൽ ഇവിടെ മാത്രം DRL ഇവിടെയും, പക്ഷെ ഇവിടെയൊക്കെ ഫുള്ളി DRL യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഒരു അട്രാക്റ്റീവ് രീതിയിലാണ് ഞാൻ ഹെഡ് ലാമ്പ് യൂണിറ്റ് ഡിസൈൻ ചെയ്തത്. നേരെ താഴെ നമുക്ക് ഫോഗ് ലാമ്പ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. ഫ്രണ്ടിൽ 6 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുള്ളത്. 1 2 3 4 5 6. ഫ്രണ്ടിൽ 6 പാർക്കിംഗ് സെൻസേഴ്സാണ് പുതിയ സെൽറ്റോസ്. ശരിക്കും ഒരു SUV ഫീൽ ലഭിക്കുന്നത്. ഒരു മാസീവ് സൈസിലാണ് എൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തത്. അതുപോലെ തന്നെ ടോപ്പ് എൻഡിലും മിഡിൽ ഓപ്ഷനിലും ഗ്രിൽ യൂണിറ്റിൽ ചേഞ്ച് ഉണ്ടെങ്കിലും അതുപോലെ ബമ്പറിലും ചേഞ്ച് ഉണ്ട്. ഒരു ഡോൾട്ടൺ ബമ്പറാണ് ഇതിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ. അതുപോലെ തന്നെ ഹുഡിലും ധാരാളം ക്യാരറ്റ് ലൈൻസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ നേരെ സൈഡ് പ്രൊഫൈലായിട്ട് പോവുകയാണെങ്കിൽ, സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. സോ മെയിൻ ഹൈലൈറ്റ് പറയുന്നത് ആ വീൽസിനെ കുറിച്ചാണ്. ഒരു 18 ഇഞ്ച് വീൽസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അലോവിലൊക്കെ ശരിക്കും ഒരു യുണീക്ക് ഡിസൈനാണ് അലോവിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കാലിപ്പേഴ്സ് കണ്ടോ, ഒരു അട്രാക്റ്റീവ് ഗ്രീൻ കളേഴ്സിലാണ് കാലിപ്പേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 4 വീൽ ഡിസ്ക് ബ്രേക്കാണ് വന്നിട്ടുള്ളത്. ഒരു പ്ലസ് പോയിന്റ് എടുത്ത് പറയാൻ സാധിക്കും. വീൽ ആർച്ചസ് കൊടുത്തിട്ടുണ്ട്. SUV ക്ലാഡിങ്. സൈഡിൽ നമുക്ക് ധാരാളം ക്യാരറ്റ് ലൈൻസ് കാണാനായിട്ട് സാധിക്കും. സൈഡിൽ മിറർ കൊടുത്തിട്ടുണ്ട്. 10 ഇൻഡിക്കേറ്റേഴ്സ്, ഒരു ഡുവൽ ടോൺ സൈഡ് മിറേഴ്സ് കൊടുത്തുള്ളത്. 360 ക്യാമറ സപ്പോർട്ടും നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതാണ് ഓവറോൾ തന്നെ ഒരു സൈഡ് പ്രൊഫൈൽ. പിന്നെ ഒരു മെയിൻ ഹൈലൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഇതിൻ്റെ ഡോർ ഹാൻഡിൽ. ഫ്ലഷിംഗ് ടൈപ്പ് ഡോർ ഹാൻഡിൽ യൂണിറ്റാണ് ഒരു കിയ സെൽറ്റോസിന് വന്നിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ തന്നെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിലും കൊടുത്തത്. ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ബാക്ക് ടു ദ റിയർ പ്രൊഫൈൽ. സോ ഇതാണ് ഇതിൻ്റെ ഒരു റിയർ പ്രൊഫൈൽ വരുന്നത്. ഇതിൽ മെയിൻ ഹൈലൈറ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എൻ്റെ ഒരു ടൈലാംസാണ്. ഒരു കണക്റ്റീവ് ടൈപ്പ് ടൈലാംസാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, അതും അത്യാവശ്യം അട്രാക്റ്റീവ് ഫീലാണ്. കിയയുടെ ഐഡൻറ്റിറ്റി തോന്നിക്കുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഒരു ഡിസൈനിങ്ങും കൊടുത്തിട്ടുള്ളത്. കിയ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. GT ലൈൻ വേരിയൻ്റ് ബാഡ്ജ് കാണാനായിട്ട് സാധിക്കും. സെൽറ്റോസിലെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ റിവേഴ്സ് ക്യാമറ യൂണിറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സും നമുക്ക് ബമ്പറിൽ കാണാൻ പറ്റും. ഫ്രണ്ടിൽ പറഞ്ഞ പോലെ ബാക്കിലും 6 പാർക്കിംഗ് സെൻസേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. 1 2 3 4 5 and 6 പാർക്കിംഗ് സെൻസറാണ് റിയറിലും യൂസ് ചെയ്തിട്ടുള്ളത്. ടൈലാം യൂണിറ്റ് നമുക്ക് കാണാൻ സാധിക്കും. താഴെ റിഫ്ലക്ഷൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ
വാവ്, അത്യാവശ്യം മാസീവ് സൈസിലാണ് ഇതിൻ്റെ ബൂട്ട് കപ്പാസിറ്റി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് ആണ് സാധിക്കും. റീഡിങ് ലാംപ്സും കൊടുത്തിട്ടുണ്ട്. താഴെയാണ് ടൂൾ കിറ്റും സ്പെയർ വീലും വെച്ചിട്ടുള്ളത്. 60 സ്പ്ലിറ്റഡ് സീറ്റാണ്. പാർസൽ ട്രേ കാണാൻ സാധിക്കും. മാനുവലി ക്ലോസ് ചെയ്യണ ടെയിൽ ഗേറ്റ് ആണ്. സോ ഇതാണ് അവരുടെ ഒരു റിയർ പ്രൊഫൈൽ. സ്പോയിലർ യൂണിറ്റ്, ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ്, ഷാർഫിൻ ആൻറ്റിന, ഡിഫോക്ക് ലൈൻസും നമുക്ക് കാണാൻ സാധിക്കും. സോ നമുക്കിതിലൊരു വൈപ്പർ യൂണിറ്റ് മിസ്സിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് വൈപ്പർ യൂണിറ്റ് ഇല്ലാത്തത്, ഡിഫോക്ക് ലൈൻസ് ഉണ്ടല്ലോ എന്ന്. സോ അതിൻ്റെ വൈപ്പർ യൂണിറ്റ് പറയുന്നത് ചെറിയൊരു ഹിഡൻ ആണ്. ഒരു ഹിഡൻ ആയിട്ടാണ് വൈപ്പേഴ്സ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഒരു ഹിഡൻ ആയിട്ടാണ് വൈപ്പേഴ്സ് കൊടുത്തിട്ടുള്ളത്. അതിനൊരു ബെസ്റ്റ് ലൈക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. കാരണം ഒട്ടനോടിൽ കണ്ടിട്ട് വൈപ്പർ ഇല്ലയെന്ന് തോന്നിപ്പോകും. പക്ഷേ അതൊരു ഹിഡൻ ഫീച്ചർ നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും. കീനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ഫണ്ണി തിങ് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും ആ ഒരു ഹിഡൻ ആയിട്ട് പറയുമ്പോൾ. സോ സ്ട്രേറ്റ് വേ ഇൻറ്റീരിയർ കണ്ടിട്ട് വരാം. ശരിക്കും എന്നെ അട്രാക്റ്റീവ് കൂടുതൽ ചെയ്തത് ഇതിൻ്റെ ഇൻറ്റീരിയർ ഫീച്ചേഴ്സാണ്. സോ ഡോർ പാഡ്, ഫസ്റ്റ് ഓഫ് ഓൾ ഡോർ പാഡിലും ഡുവൽ ടോൺ കളറാണ് ഡോർ പാഡ് വന്നിട്ടുള്ളത്. ലോക്കും അൺലോക്കും പവർ വിൻഡോ കൺട്രോൾസ് കാണാനായിട്ട് സാധിക്കും. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാണാൻ സാധിക്കും. പിന്നെ വെന്റിലേറ്റഡ് സീറ്റാണ് ഫ്രണ്ടിൽ രണ്ടും കൊടുത്തിട്ടുള്ളത്. മെമ്മറി അഡ്ജസ്റ്റ്മെൻറ്റും ഈ ഒരു സീറ്റിങ്ങിലുണ്ട്. പ്ലസ് പോയിൻറ്റ്. ആൻഡ് ബോസിന് സ്പീക്കേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. 10 വേ ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റ്സാണ്. 10 വേ ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആണ് ഈ ഒരു ഫീച്ചർ. അത് ഈ ഒരു ഫീച്ചറും ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആണ്. കിയ ശരിക്കും നമ്മൾ ഇന്ത്യൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു ഫീച്ചേഴ്സ് കൊടുത്തിട്ട്. സോ ഇനി ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളർ തീമാണ്. ശരിക്കും ഒരു ഡുവൽ ടോൺ കളർ എന്ന് പറയാൻ സാധിക്കും ഈ ഒരു കളറിനെ. ബ്ലാക്ക് റൂഫ് ഫിനിഷ് കാണാൻ സാധിക്കും. താഴെ നമുക്ക് ബീച്ച് കളർ എവിടെയും കാണാൻ സാധിക്കും. പിന്നെയും ബ്ലാക്ക് ഫിനിഷാണ്. ശരിക്കും ബ്ലാക്ക് മാഫിയ സ്പെക്കിലൊരു ഇൻറ്റീരിയർ നമുക്ക് വിളിക്കാൻ സാധിക്കും ഈ ഒരു ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ നിന്ന് കണ്ടു തുടങ്ങാം. ഒരു ഡബിൾ ഡി കട്ട് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തുള്ളത്, 3 സ്പോക്ക്. സോ നമ്മളിതിൽ മുന്നത്തെ സെൽറ്റോസിൽ സ്റ്റിയറിംഗ് വീല് ഡിസൈൻ മാറ്റുന്നുണ്ട്. സോ ഇതിലും ഡിസൈൻ മാറ്റുന്നുണ്ട്. വേരിയൻറ്റ് മാറുന്നത് ഡിസൈനിങ്ങിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോൾ, അതിനെ ക്ലസ്റ്റർ യൂണിറ്റ് കൺട്രോൾ ചെയ്യുന്ന ഓപ്ഷൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അഡാസ് ഫീച്ചേഴ്സും കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ഓപ്ഷൻസിൽ വെച്ചിട്ടാണ്. സോ ഇവിടെ നമുക്ക് മീഡിയ കൺട്രോൾസ് കാണാൻ സാധിക്കും. പിന്നെ മെയിൻ ഹൈലൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ 2 കൺട്രോളിങ് യൂണിറ്റാണ്. ഡ്രൈവ് മോഡ്സ്, സ്പോർട്ട്, എക്കോ, നോർമൽ എന്നീ 3 ഡ്രൈവ് മോഡ്സാണ് വന്നുള്ളത്. നെക്സ്റ്റ് ടറൈൻ മോഡ്, ടറൈൻ സെലക്ഷൻ വരുന്നുണ്ട്. സ്നോ, മഡ്, സാൻഡ് എന്നീ 3 ടറൈൻ മോഡ്സും നമുക്കിതിൽ വരുന്നുണ്ട്. സോ നമുക്ക് RPM മീറ്റേഴ്സ് കാണാൻ സാധിക്കും. സ്പീഡോ മീറ്റേഴ്സും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. സോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മൾ കാല് കൊടുക്കുന്ന സമയത്ത് ആ ഒരു RPM കയറുന്നുണ്ടോ, അതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ഫീച്ചർ. സോ ഇനി സെൻട്രൽ കൺസോളിൽ വരികയാണെങ്കിൽ നമുക്കിതിൽ ഒരുപാട് ഡിസ്പ്ലേസ് ഉണ്ടോ, ഒരു കണക്റ്റഡ് ആയൊരു ഡിസ്പ്ലേസ് ഇവിടെ കൊടുത്തുള്ളത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാണാൻ സാധിക്കും. AC കൺട്രോളിങ്ങിൻ്റെ ഒരു ഡിസ്പ്ലേ, ഇൻഫോടൈം സിസ്റ്റം, ഒരു 3 ഡിസ്പ്ലേസ് ആണ് ഈ ഒരു ഡാഷ് ബോർഡിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് AC മാത്രമേ കൺട്രോൾ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ നമുക്കിവിടെ ഇതിലും ധാരാളം ഇൻഫർമേഷൻ ഉണ്ട്. പ്രത്യേകിച്ച് കിയ കണക്ടിവിറ്റീനെ കുറിച്ച് പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ടിട്ട് ഉള്ളത് കിയയിലാണ്. കാരണം നമ്മൾ ഫോണിൽ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും അറിയാൻ സാധിക്കും ഒരു കീയെ കുറിച്ചുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ കീ കാണിച്ചു തരാം. ഇതാണ് ഓവറോൾ ഇതിൻ്റെ കീ വന്നുള്ളത്. ലോക്കും അൺലോക്കും ഹോൾഡ് ചെയ്തിട്ട് ബൂട്ട് സ്പീഡ് ഓപ്പൺ ആക്കാൻ, ടെയിൽ ഗേറ്റ് ഓപ്പൺ ആക്കാൻ സിസ്റ്റം വന്നുള്ളത്. പിന്നെ ഇത് നമ്മൾ മാനുവൽ കീ ആണ് കൊടുത്തിട്ടുള്ളത്. മാനുവൽ കീ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. സോ നമുക്ക് നേരെ ഇതിലും ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് വെഹിക്കിള് ലൈറ്റ്സ്, ആംബിയലൈറ്റ് വരുന്നുണ്ട്. കാണിച്ചുതരാം. ആംബിയലൈറ്റ് ഉണ്ടോ, ഇത് ഉച്ച ടൈമാണ്. നമ്മൾ വീഡിയോ ആഫ്റ്റർനൂൺ ആയ കാരണം നമുക്ക് അത്രയും ലൈറ്റ് കാണാൻ സാധിക്കില്ല. പക്ഷെ അത്യാവശ്യം ലൈറ്റ്സ് ഉണ്ട്. സീറ്റ്, ക്ലൈമറ്റ് കൺട്രോള്, ലൈറ്റ്സ്, ആംബിയലൈറ്റ് കണ്ടോ. ആംബിയലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ് കുറക്കാൻ സാധിക്കും, കൂട്ടാൻ സാധിക്കും. ഒരുപാട് കളേഴ്സും നമുക്കിതിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് നേരെ ഹോം വെക്കാം. പിന്നെ ഫോൺ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. കിയ കണക്റ്റ് വരുന്നുണ്ട്. സെറ്റിങ്സ്, ഫോൺ കണക്ഷൻ, യൂസർ മാനുവൽ, ലേഔട്ട് മീൻസ് നമ്മൾ തീം ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ കണക്റ്റ് വരുന്നത് കിയ കണക്റ്റ് ഉണ്ട്. ജനറൽ നമ്മൾ ഓണർ ലോഗിൻ ചെയ്യാനുള്ളതാണ്. താഴെ AC വെൻ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഹസാർഡ് ലാമ്പ്, മാനുവലി ഫിസിക്കൽ സ്വിച്ചുകൾ കാണാൻ സാധിക്കും. വോളിയം ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സോ നമുക്കിവിടെ മാനുവലി ഫിസിക്കൽ സ്വിച്ചുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സീപോർട്ട് ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജിങ് പാഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ട്രാൻസ്മിഷൻ കാണാനായിട്ട് സാധിക്കും. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിൽ മാനുവലും അവൈലബിൾ ആണ്. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, ഓട്ടോ ഹോൾഡ്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ക്യാമറ. അത്യാവശ്യം ക്വാളിറ്റിയിലൊരു ക്യാമറ ഇതിൽ കൊടുത്തുള്ളത് കണ്ടോ. എനിക്ക് പേഴ്സണലി എടുത്ത് പറയാൻ സാധിക്കും ആ ഒരു ക്യാമറ ക്വാളിറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ബെസ്റ്റിലേക്ക് നമുക്ക് കേക്ക് കൊടുക്കാൻ സാധിക്കും. അത്രയും
പെർഫെക്റ്റ് ക്വാളിറ്റിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഫ്രണ്ട് വിഷ്വൽ, ബാക്ക് വിഷ്വൽ. സോ ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സാണ്. നേരെ ക്ലോസ് ചെയ്ത് വെച്ചാൽ ഒരു ഫ്ലാറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഹാൻഡ് റെസ്റ്റ്, അതിൽ 2 റിട്ടൺ ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. സ്ലൈഡബിൾ ഹാൻഡ് റെസ്റ്റ് അല്ല, ഫിക്സ്ഡ് ഹാൻഡ് റെസ്റ്റ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഓട്ടോ ഡിമ്മിങ് റിവ്യൂ മിറേഴ്സ്, കിയ കണക്റ്റ് SOSൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സൺഗ്ലാസ് ഹോൾഡർ. പിന്നെ ഒരു മെയിൻ ഫീച്ചറാണ് പാനോറമിക് സൺറൂഫ് അതിൽ വന്നിട്ടുള്ളത്. ആ ഒരു പ്ലസ് ലൈക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. പാനോറമിക് സൺറൂഫാണ് കൊടുത്തുള്ളത്. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് സിംഗിൾ പാൻ സൺറൂഫ് ആണോ പാനോറമിക് സൺറൂഫ് ആണോ ഇഷ്ടം, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയാം. സോ നമുക്ക് ഏത് ഫാൻസ് ബേസാണ് കൂടുതൽ ജസ്റ്റ് നോക്കിയിട്ട് വരാം. സോ അവിടെയും നമുക്ക് ഒരു AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. ഇവിടെയും ആംബുലൻസ് ഉണ്ടോ, ഒരുപാട് കളർ തീമിൽ ആംബുലൻസ് ഈ ഒരു വെഹിക്കിൾ അവൈലബിൾ ആണ്. വേറൊരു ഹൈലൈറ്റ് ഫീച്ചറാണ് ബ്ലൈൻഡ് സ്പോട്ട് ക്യാമറ. സോ നമ്മൾ ഏത് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഉണ്ട് അപ്പോൾ ആ ഒരു സൈഡിൽ ക്യാമറ വ്യൂ ഓപ്പൺ ആയി വരും. കണ്ടോ, അതൊക്കെ ബസ്സിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കിയുടെ ഒരു ഐഡൻറ്റിറ്റി ഫീച്ചറാണ് ആ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ക്യാമറ. സോ ഇനി സെക്കൻഡ് റോട്ട് പോവുകയാണെങ്കിൽ വാവ്, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉള്ള ഒരു സെക്കൻഡ് റോ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡോർ പേർന്ന് കണ്ടു തുടങ്ങാം. സൺ ബ്ലൈൻഡ് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് വേണ്ട ഒരു ഫീച്ചർ കേട്ടോ സൺ ബ്ലൈൻഡ്. അത്യാവശ്യം വെയിലുണ്ട്, ചൂടും സഹിക്കാൻ പറ്റുന്ന ചൂടപ്പം ഉള്ളത്. സോ അത്യാവശ്യം വേണ്ട ഒരു ഫീച്ചറാണ് സൺ ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട്. സോ ഡുവൽ ടോൺ കളറാണ്, ഒരു ബീച്ച് കളർ ആൻഡ് ബ്ലാക്ക് കളർ. ഓറിയൻ്റ് കൺട്രോൾ, ലോക്ക് അൺലോക്കും, ബോസിൻ്റെ സ്പീക്കർ, സ്റ്റോറേജ് സ്പേസും കാണാനായിട്ട് സാധിക്കും. സോ നമുക്ക് നേരെ അകത്തോട്ട് ഇരുന്ന് നോക്കാം. ഇരുന്ന് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട് കേട്ടോ. സ്പേസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസസ് ഉള്ളൊരു സെക്കൻഡ് റൂം ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹെഡ് റൂം ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ് റൂമും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. റീഡിങ് ലാമ്പും അവിടെ കൊടുത്തിട്ടുണ്ട്. സോ പിന്നെ എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ഹെഡ് റെസ്റ്റാണ്. സോ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണിച്ചാൽ നമുക്ക് വല്ലാണ്ട് മനസ്സിലല്ല, അതുകൊണ്ടാണ് ഇത് ബാക്കിൽ നിന്ന് കാണിച്ചത്. ഇത് എന്താണ് ഐറ്റം, നിങ്ങൾ ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം ഒരു ഹെഡ് ഡ്രസ്സിനെ കുറിച്ചുള്ളത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു വെഹിക്കിൾ കാണുന്നത്. സോ നിങ്ങൾ ഏത് വെഹിക്കിൾ ഇത് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് ശരിക്കും ഒരു സ്പോർട്സ് കാറിൽ ഇരിക്കണ ഫീൽ കേട്ടോ. ശരിക്കും ഒരു സ്പോർട്സ് കാറിൽ ഇരുന്ന് കൊണ്ട് ഫീലാണ് ഒരു ഹെഡ് ഡ്രസ്സിൽ വെച്ച് പോകുമ്പോൾ. അത്രയും എഫക്റ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട് സ്പോർട്സ് കാറിൻ്റെ. സോ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. AC വെൻറ്റുകൾ, സ്റ്റോറേജ് സ്പേസ്, C4 ചാർജിങ് സോക്കറ്റും 2 സൈഡിലും C4 ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഇനി എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് 1.5 ലിറ്റർ പെട്രോൾ ടർബോ എഞ്ചിനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അറൗണ്ട് 160 bhp പവറും 253 Nm ടോർക്കും ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 4 സിലിണ്ടർ അത്യാവശ്യം പവർ ഫിഗേഴ്സ് ഈ ഒരു വെഹിക്കിൾ തരുന്നുണ്ട്. സോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സെഗ്മെൻറ്റിലെ ആ ഒരു ഹൈറോഡിക്കലി ഓപ്പൺ ആവുന്ന ഹുഡാണ്. സോ ഫസ്റ്റ് സെഗ്മെൻറ്റ് ബേസിക് സെഗ്മെൻറ്റ് നമുക്ക് വിളിക്കാൻ സാധിക്കും ആ ഒരു ഫീച്ചറിനെ. സോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു ഫീച്ചർ വേറെ ഏതെങ്കിലും വെഹിക്കിൾ കണ്ടിട്ടുണ്ടെങ്കിൽ. സോ ഇതാണ് ഓവറോൾ ഒരു എഞ്ചിൻ ബേ വരുന്നത്. സോ നേരെ ക്ലോസ് ചെയ്ത് വെക്കാം. സോ ഫൈനലി ഇതാണ് കിയ സെൽറ്റോസ് GT അതിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ ചെറിയ ബ്രേക്ക്, കൂടുതൽ ഡിസൈൻ താഴെ നമ്പർ ഉണ്ട്, അവരെ കോൺടാക്ട് ചെയ്യാം. സെയിൽസ് ആണെങ്കിലും ടെസ്റ്റ് ആണെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ ചെറിയൊരു ബ്രേക്ക്.